ഒരു ഹോം മെയ്ഡ് ഐസ്ക്രീം ഉണ്ടാക്കി നോക്കിയാലോ? ഞാനാണെങ്കിൽ ഇന്നലെ രാത്രി തന്നെ കുറച്ച് കാഷ്യൂനട്ട്, പിന്നെ കുറച്ച് തേങ്ങ, പിന്നെ പഴം, 2 പഴം, നല്ലോണം പഴുത്ത പഴം പാലിൽ കുതിർത്ത് ഫ്രിഡ്ജിൽ വെച്ചു. പാല് വേണ്ടെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ കുതിർത്താൽ മതി. പാല് യൂസ് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഈ വാനില എസൻസ് ഞാൻ നട്ട്സ് ആൻഡ് സ്പൈസസിൽ നിന്ന് വാങ്ങിച്ചതാണ്. സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന 30 രൂപയുടെ വാനില എസൻസ് പോളിപ്രോപ്പിലിൻ ഗ്ലൈക്കോൾ അങ്ങനത്തെ കെമിക്കലൊക്കെയാണ്. ഇത് പ്യുവർ വാനില എക്സ്ട്രാക്ട്. സോ ഈ സാധനം നമ്മൾ അരച്ചെടുക്കണം. പറങ്ങാണ്ടി, അതായത് നമ്മുടെ കാഷ്യൂനട്ട്, പാല്, പഴം, അത് ഫ്രീസറിൽ വെക്കണമെങ്കിൽ ഫ്രീസർ വെക്കാം, ഇല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൻ്റെ താഴത്തെ ഇതിൽ വെച്ചാൽ മതി. പിന്നെ കുറച്ച് അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡർ, ഡേറ്റ്സ് പൗഡർ, വാനില എസൻസ്. ഡേറ്റ്സും കൂടെ ചേർത്ത് കുതിർത്ത് വെക്കുവാണെങ്കിൽ ഡേറ്റ്സും കൂടെ ചേർത്ത് അരച്ചാൽ മതി. പക്ഷേ എൻ്റെ അടുത്ത് ഡേറ്റ്സ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഡേറ്റ്സ് പൗഡർ ചേർത്തു. മധുരം ചേർക്കാൻ വേറെ കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ പഞ്ചസാരയോ ശർക്കരയോ ചേർക്കാം. എന്നിട്ട് നല്ലോണം അരച്ചെടുക്കുക. നല്ലോണം അരഞ്ഞ് കഴിയുമ്പം നമ്മുടെ അമൂലിൻ്റെ മിൽക്ക് ക്രീം കിട്ടും. ക്രീം കുറച്ച്, ഒത്തിരി ഫുൾ ഒരു പാക്കറ്റ് ക്രീമൊന്നും ഇടരുത്. ഒരു 2-3 സ്പൂൺ ക്രീം അതിൻ്റെ പുറത്തേക്ക് ഇട്ടിട്ട് അതൊന്ന് പൾസിൽ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 5-6 hours ഫ്രീസറിൽ വെച്ചിട്ട് എടുത്താൽ നല്ല വെരി ഗുഡ് ഐസ്ക്രീമാണ്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഐസ്ക്രീം, അത് അമൂൽ ഐസ്ക്രീം ആണെങ്കിൽ പോലും അതിൽ പ്രിസർവേറ്റീവ്സ്, ഇമൾസിഫയേഴ്സ്, അങ്ങനെ കുറേ കെമിക്കൽസ് ഉണ്ട്. ബാക്കിൽ വായിച്ച് നോക്കിയാൽ അറിയാം. ഇതാണെങ്കിൽ കിഡ്സിന് കൊടുക്കാം, നമുക്ക് കഴിക്കാം, പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ല. അപ്പോൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ചോക്ലേറ്റ് ഐസ്ക്രീം എൻജോയ് ചെയ്യുക. വേറെ ഫ്രൂട്ട്സ് ഇട്ടാൽ വേറെ ഫ്രൂട്ട് ഐസ്ക്രീം ആകും. ഈ കൺസിസ്റ്റൻസിയുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കാഷ്യൂ ആണ്. കാഷ്യൂ ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് ആ ഒരു നല്ല കൺസിസ്റ്റൻസി കിട്ടുന്നത്. അപ്പം യു ഓൾസോ മേക്ക് കാഷ്യൂനട്ട്, മിൽക്ക്, ബനാന, കോക്കനട്ട്, ചോക്ലേറ്റ് ഐസ്ക്രീം ആൻഡ് എൻജോയ് ഇറ്റ്. ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ ഒരു ഫിഗ് വെച്ചു. എന്താണെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. നട്ട്സ്, ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീം, അങ്ങനെയൊക്കെ കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്. സോ യു ഓൾസോ ട്രൈ ദിസ്. എൻജോയ്. See you next time. Bye.